ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര മുസ്ലിം ശക്തികളെ ചേർത്ത് നിർത്താൻ CPM MEC-7 വിവാദത്തിനു ശേഷം പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം മാറ്റാനാണ് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ പ്രീതിപ്പെടുത്താനുള്ള എളമരം കരീമിന്റെ പ്രസ്താവന. MEC-7 പരാമർശം പാർട്ടിയിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ അകറ്റി എന്ന് CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടിയുടെ പുതിയ അടവ് നയം. കക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ 2-3 കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കൾ വിളിച്ചു പറഞ്ഞു, ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു, ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത്. അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ് ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. ആരാ? ജമാഅത്തെ ഇസ്ലാമി. CPM നേതാവ് P. മോഹന്റെ ഈ വെളിപ്പെടുത്തൽ ചെറുതായി ഒന്നുമല്ല MEC-7നെയും CPM-നെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയത്. വിവാദം കത്തിപ്പടർന്ന കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. MEC-7ന്റെ പ്രവർത്തനം സംശയത്തിന്റെ നിഴലും. ഈ സാഹചര്യത്തിലാണ് മതതീവ്രവാദ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കി P. മോഹന് തന്നെ നിലപാട് മാറ്റേണ്ടി വന്നത്. മതപരിഗണനകൾക്കെല്ലാം അതീതമായി ഒത്തുചേരുന്ന പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി, SDPI ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് എന്നിട്ട് ഇതിനെ ഹൈജാക്ക് ചെയ്ത് അവരുടെ വർഗീയ മതരാഷ്ട്രവാദ പ്രചരണത്തിന് മറയായി ഉപയോഗിക്കാൻ ുള്ള അത്തരം പരിശ്രമങ്ങൾക്കെതിരായി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം. ഇതാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ MEC-7നെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ. അഭിപ്രായം തിരുത്തി പറഞ്ഞുവെങ്കിലും വിവാദം വലിയ ദോഷം ചെയ്തുവെന്ന് പാർട്ടി വിലയിരുത്തിയിരുന്നു. ജില്ലാ സമ്മേളനത്തിലും കടുത്ത വിമർശനമുയർന്നു. ഈ വിവാദം പാർട്ടിയെ ന്യൂനപക്ഷങ്ങളിൽ നിന്നും അകറ്റിയെന്നായിരുന്നു പ്രധാന കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ അടക്കം കൂടെ നിർത്താനുള്ള CPM-ന്റെ പുതിയ തന്ത്രം. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഭീഷണി ജമാഅത്തെ ഇസ്ലാമിയാണെന്ന തോന്നൽ ഞങ്ങൾക്കാർക്കുമില്ല. അതിന് മാത്രമുള്ള കേൾപ്പൊന്നും അവർക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയെയോ മുസ്ലിം തീവ്രവാദ സംഘടനകളെയോ പ്രത്യേകമായി ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വടക്കൻ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ പരീക്ഷണം നടത്തുകയാണ് CPM. അതിന്റെ പശ്ചാത്തലത്തിലാണ് എളമരം കരീമിന്റെ പുതിയ പ്രസ്താവന. ജനം, കോഴിക്കോട്.